PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് നമ്മൾ SCERT ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളും, ദെൻ 9 മണിക്ക് SCERT ബേസ് ചെയ്തിട്ടുള്ള ബയോളജിയുടെ ക്ലാസ്, ഇപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ദെൻ 12 മണിക്ക് നമ്മൾ എടുക്കുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. രാത്രി 8 മണിക്ക് നമുക്ക് PYQ ഡിസ്കഷൻ, അതായത് കാലത്ത് നമ്മൾ 3 സബ്ജക്റ്റ് പഠിക്കും അല്ലെ, SCERT ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററി, ബയോളജി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 3 ടോപ്പിക്കിൽ നിന്നുമുള്ള മുൻവർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നത്. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ്, കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്, അതും ലൈവാണ്. അപ്പോൾ 2 ലൈവും 4 റെക്കോർഡറും, അങ്ങനെ 6 ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കാണുന്ന എല്ലാവരും കൃത്യമായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ടെലഗ്രാമിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നോട്ട്സും പോൾസും എല്ലാം നമ്മൾ കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നോട്ട്സാണ് നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. സോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ മാത്സിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഭാഗമാണ്. ശതമാനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒട്ടും അറിയാത്തവരെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ നമ്മൾ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഭാഗം, ശതമാനം എന്ന് പറയുന്ന ഭാഗം ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ക്ലാസ് റൂം സെഷനായിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ശബ്ദത്തിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് തന്നെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സാണ്. ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവരാണെങ്കിൽ തുടക്കം മുതലേ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ശതമാനത്തിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ ശതമാനത്തെക്കുറിച്ച് പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്കിപ്പോൾ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. അതിൻ്റെ 100% എന്ന് പറയുന്നത്, 800 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ 100% എത്രയാണ്? ആ സംഖ്യ തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഏതൊരു സംഖ്യ ആയാലും അതിൻ്റെ 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ 800ന്റെ 100% എന്ന് പറയുന്നത് എന്താണ്? 800 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് 10%. അടുത്ത എന്താണ്? 10%. 10% എന്ന് പറയുന്നത് എത്രയാണ്? 800 എന്ന് പറയുന്നത് 100%ആണ്. അതിൽ നിന്നും 10% കാണണമെങ്കിൽ ഒരു സ്ഥാനം വിട്ട് പോയിന്റ് ഇട്ടാൽ മതി. അതായത് 800ൽ നിന്നും ഒരു സ്ഥാനം, അതായത് ഈ ഒരു 0 കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇടുക. അപ്പോൾ 80.0 അപ്പോൾ 80.0 എന്ന് വെച്ചാൽ എന്താണ്? 80 തന്നെയാണ്. അപ്പോൾ 80 എന്നുള്ളതാണ് എന്ത്? 800ന്റെ 10% എന്ന് പറയുന്നത്. 10% കാണാൻ എന്താണ് ചെയ്തത്? ഒരു സ്ഥാനം വിട്ടിട്ട് പോയിന്റ് ഇടാം. ഇനി 1% നോക്കുക. 1% കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10% കാണാൻ ഒരു സ്ഥാനം വിട്ട് പോയിന്റ് ഇട്ടു. അങ്ങനെയാണെങ്കിൽ 1% കാണാൻ 2 സ്ഥാനം വിട്ട് പോയിന്റ് ഇടുക. അതായത് 1, 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 8.00 എന്ന് വന്നു. അതായത് എന്താണ്? 8.00 എന്ന് വെച്ചാൽ പോയിന്റിന് ശേഷം 0 വന്നാൽ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ 8 എന്ത്? 800ന്റെ 1%. ഇത് ആദ്യം മനസ്സിലാക്കി വെക്കാം. 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ, 800 തന്നെ. 10% എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ 80. 1% എന്ന് പറയുമ്പോൾ 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 8. ഇത് കിട്ടിയല്ലോ. 10%, 1% കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. ഇനി 50%. 800ന്റെ 50% എന്ന് പറയുന്നത് എന്താണ്? സംഖ്യ എന്ന് പറയുന്നത് 100%ആണ്. അപ്പൊ 50% എന്ന് പറയുന്നത് 100ന്റെ പകുതിയല്ലേ? അപ്പൊ സംഖ്യയുടെ പകുതി 400 ആണ് എന്ത്? 50%. അപ്പൊ ഏതൊരു സംഖ്യയുടെയും 50% ചോദിച്ചാൽ എന്താണ്? ആ സംഖ്യയുടെ പകുതിയാണ്. ഓക്കെ, ഇനി 25% ചോദിച്ചാലോ? 100% 800 ആണ്. 50% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 400 ആണ്. അപ്പൊ 25% എന്ന് പറയുന്നത് എന്താണ്? 50ന്റെ പകുതി അല്ലെ? 100ന്റെ പകുതിയുടെ പകുതി. 25% എന്ന് പറയുമ്പോൾ 400ന്റെ പകുതി എത്രയാണ്? 200 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരു സംഖ്യ തന്നിട്ട് അതിന് എത്ര ആയിക്കോട്ടെ, ഏത് പെർസെൻറ്റേജ്, ഏത് ശതമാനം ചോദിച്ചാലും നമുക്ക്
ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. 100% എന്ന് വെച്ചാൽ ആ സംഖ്യ തന്നെയാണ്. 10% എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. 1% എന്ന് പറയുമ്പോൾ 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. 50% എന്ന് പറയുമ്പോൾ ആ സംഖ്യയുടെ പകുതി എടുക്കുക. 25% എന്ന് പറയുമ്പോൾ പകുതിയുടെ പകുതി എടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 700 എന്ന് പറയുന്ന സംഖ്യയുടെ കുറേ ശതമാനങ്ങൾ കാണാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ 0.5, 3, 6, 9 എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിന്റെ 10%, 1%, 50% ഇതൊന്ന് ജസ്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം അല്ലേ. അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പറയാം, എൻ്റെ കൂടെ തന്നെ പറയാം. 700ന്റെ 10% എത്രയാണ്? 700ന്റെ 10% എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു സ്ഥാനം വിട്ട് പോയിന്റ് ഇടുക, അതായത് 0 കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അതായത് 70.0 എന്ന് പറഞ്ഞാൽ എന്താണ്? 70. അപ്പൊ 700ന്റെ 10% എന്ന് പറയുന്നത് എന്താണ്? 70 ആണ്. 1% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക, അതായത് 2 0യുടെ മുന്നിലിടുമ്പോൾ 7 എന്ന് പറയും അല്ലെ. അപ്പൊ 10% 70, 1% 7, 50% ആണെങ്കിലോ 700 എന്ന് പറയുന്നത് 100% 50% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി, 700ന്റെ പകുതി എത്രയാണ്? 350 അല്ലെ. അപ്പോൾ ഈ 3 വാല്യൂ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അവിടെ കണ്ടുപിടിച്ച് വെക്കുക. ഇനി നമുക്ക് നോക്കാം 0.5, അതായത് 0.5% എന്ന് വെച്ചാൽ എന്താണ്? അരയാണ് അല്ലെ. 1ന്റെ പകുതിയാണ് 0.5. അപ്പൊ 1% നമുക്കറിയാം എന്താണ്? 7 ആണ്. 700ൽ നിന്നും 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ 7 ആണ് 1%. അതിന്റെ പകുതിയല്ലേ 0.5. അപ്പോൾ 1%ത്തിന്റെ പകുതി, അതായത് 7ന്റെ പകുതി. 7ന്റെ പകുതി എത്രയാണ്? 3.5. എളുപ്പമായില്ലേ? ഇനി 3%. 3% കണ്ടുപിടിക്കണം 700ന്റെ. 1% 7 ആണെങ്കിൽ 3% എത്രയാണ്? 1% 7 ആണെങ്കിൽ 3% കാണണം. 1% 3% ആണെങ്കിൽ 1നെ 3 കൊണ്ട് ഗുണിക്കണം അല്ലെ. 1നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 3 ആവുന്നത്. അപ്പോൾ 1%ത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്തായി? 3% കിട്ടില്ലേ. അപ്പോൾ 1% എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ 3%, 7 × 3 21 എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 6%. അതുപോലെ തന്നെ 1% 7 ആണ്. അങ്ങനെയാണെങ്കിൽ 6% എത്രയാണ്? 6 × 7 42. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 9%. 9% കാണാനും എന്ത് ചെയ്യണം? 1% 7 ആണ്. എങ്ങനെയാണ് 7 വരുന്നത്? 700ൽ നിന്നും 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 7 കിട്ടി. 1% 7 ആണ്. അങ്ങനെയാണെങ്കിൽ 9% എത്രയാണ്? 9 × 7 63. ഞാൻ പറയുന്നത് ആൻസർ പറയുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് പോസ് ചെയ്തിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ നോക്കുക കേട്ടോ. ഇനി 61%. അടുത്തത് 61%. 61 ആവാനായിട്ട് നമുക്കറിയാം, ഇവിടെ നമുക്കുള്ള 3 വാല്യൂസ് വെച്ച് നമുക്ക് 61 ആക്കിക്കൂടെ? 50, 10, 60, 1, 61 അല്ലേ. 50%ത്തിന്റെ കൂടെ പ്ലസ് 10% പ്ലസ് 1% കൂടെ കൂട്ടി എന്തായി? 61% ആയില്ലേ. നമുക്കിവിടെ എല്ലാ വാല്യൂസും കിടപ്പുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്താൽ പോരെ. 50% എന്ന് പറയുന്നത് എത്രയാണ്? 350 പ്ലസ് 10% എന്ന് പറയുന്നത് 70 പ്ലസ് 1% എന്ന് പറയുന്നത് 7. അപ്പോൾ എത്രയായി? 350. ഞാൻ ഇവിടെ താഴെ എഴുതി ഗുണിക്കുന്നുണ്ട് കേട്ടോ. 350, 70, ഒരു 7 കൂടെ കൂട്ടുമ്പോൾ 7, 7, 5, 12, 2, 1, 4, 427 എന്ന് തോന്നുന്നു. 61% എത്രയാണ്? 427 ആണ്. എങ്ങനെയാണ് കിട്ടിയത്? 61% എന്ന് പറയുന്നത് 50% പ്ലസ് 10% പ്ലസ് 1% ആണ് 61% അല്ലേ. അപ്പോൾ അത് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്തു. നമുക്ക് 427 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? 5%. 5% എന്ന് പറയുന്നത് എത്രയാണ്? 1% 7 ആണ്. 1% 7 ആണ്. അങ്ങനെയാണെങ്കിൽ 5% എത്രയാണ്? 7, 5 35. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം 22%. 22% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 20, ഞാൻ ഇത് വായിക്കുന്നുണ്ട് കേട്ടോ. 20%ത്തിന്റെ കൂടെ 2% കൂട്ടിയാൽ എന്തായി? 22% ആയി. 20%ത്തിന്റെ കൂടെ 2% കൂടെ കൂട്ടിയാൽ 22% ആയി. 20% എങ്ങനെ കാണും? 10% നമുക്കറിയാം എന്താണ്? 70 ആണ്. 10% 70 ആണെങ്കിൽ 20% എത്രയാണ്? 10ന്റെ ഇരട്ടിയല്ലേ 20. അപ്പോൾ 70ന്റെ ഇരട്ടി 140 ആണ് 20%. പ്ലസ്
2%. 1% നമുക്കറിയാം 700-ന്റെ 1%, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു 7. 1% 7 ആണെങ്കിൽ 2% എത്രയാണ്? 7-ന്റെ ഇരട്ടി 14 ആണല്ലോ. അപ്പൊ 140 പ്ലസ് 14 കൂടെ കൂട്ടി എന്തായി? 22%. അപ്പൊ 700-ന്റെ 22%, 140 14 കൂടെ കൂട്ടിയാൽ 4, 4 1 5, 1 അപ്പോൾ 154 എന്ന് വന്നു അല്ലെ. 700-ന്റെ 22% എത്രയാണ്? 154 ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 18%. ഇവിടത്തെ സെയിം വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. 18 എന്ന് പറഞ്ഞു, 22 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 20%-ന്റെ കൂടെ 2% കൂട്ടുന്നതാണ് എന്ത്? 22%. 18% എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? 20%-ൽ നിന്നും 2% കുറച്ചാൽ എന്തായി? 18% ആയില്ലേ? ഈസി അല്ലേ? അപ്പൊ 20%-ൽ നിന്നും 20% നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 140 മൈനസ് 2%, അതായത് 14. ഇവിടെ കൂട്ടിയത് ഇവിടെ കുറയ്ക്കുക. 20%-നോടൊപ്പം 2 കൂട്ടിയപ്പോൾ 22 കിട്ടി. 20%-ൽ നിന്ന് 2% കുറച്ചാൽ എന്തായി? 18% അല്ലേ? അപ്പൊ നമ്മൾ കുറയ്ക്കുക. ഇവിടെ നോക്കുക, കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, 0-ൽ നിന്ന് 4 പോവില്ല. അപ്പൊ ഇവിടെ നിന്ന് കടം എടുക്കുമ്പോൾ ഇവിടെ 10 ആയി. 10-ൽ നിന്ന് 4 പോയാൽ 6. ഇവിടെ 1 അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ 3 ആയി. 3-ൽ നിന്ന് 1 പോയാൽ 2, 1 ഇറക്കി കിട്ടും 126. അപ്പോൾ 700-ന്റെ 18% എന്ന് പറയുന്നത് എത്രയാണ്? 126 ആണ്. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ചെയ്തതെന്ന്? അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് 10%, 1%, 50% അറിയുമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ശതമാനങ്ങളും ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒന്നും കൂടെ നോക്കാം. അടുത്തത് നോക്കുക, 320-ന്റെ 10%, 1%, 20%, 11%, ഇത്രയും കാണണം അല്ലെ. അപ്പോൾ 320 എന്ന് പറയുന്ന സംഖ്യയുടെ 10% കാണാൻ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക അല്ലെ. അപ്പോൾ 320 എന്നുള്ളതിൽ ഒരു സ്ഥാനം കളഞ്ഞാൽ 0 മാറ്റി ഇവിടെ പോയിന്റ് ഇട്ടാൽ എന്തായി? 32.0. അതായത് എന്താണ്? 0.0 വേണ്ട, 32 അല്ലെ. അപ്പോൾ 10% എന്ന് പറയുന്നത് എത്രയാണ്? 32. ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. ഇനി 1% എന്ന് പറയുമ്പോൾ എന്താ? 1% കാണാൻ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പൊ 320 എന്നുള്ളതിന്റെ കൂടെ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 3.20 എന്ന് വരും. 3.20 എന്ന് വെച്ചാൽ എന്താ? 3.2 അല്ലെ. അപ്പോൾ 1% നമുക്ക് കിട്ടി 3.2. ഇനി 20%. 20% എന്ന് പറയുമ്പോൾ 10% 32 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എത്രയാണ്? 10%-ന്റെ ഇരട്ടി 20 എന്താണ്? 10% എന്ന് പറയുന്നത് 32 ആണ്. 32-ന്റെ ഇരട്ടി എത്രയാണ്? 64 ആണ് 20%. ഓക്കെ, അപ്പൊ 320-ന്റെ 20% എത്രയാണ്? 64 ആണ്. 10% 32 ആണ്. അപ്പൊ 20% എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി 64. ഇനി 11%. 11% എങ്ങനെ കാണും? 320-ന്റെ 11% കാണാനായിട്ട് നമുക്ക് 10% 32 ആണെന്നറിയാം, 1% 3.2 ആണെന്നും അറിയാം. 10 ഒന്നും കൂടെ കൂട്ടിയ 11% ആയില്ലേ. 32-ന്റെ കൂടെ 3.2 കൂട്ടുക. എങ്ങനെയാണ് കൂട്ടുക? 32 പ്ലസ് 3.2. ഓക്കെ, അപ്പോൾ ഇവിടെ 32.0 ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ തെറ്റാതിരിക്കാൻ വേണമെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3.2 പോയിന്റ് ഒക്കെ ഒരേ ഇതിൽ വരണം അല്ലെ. അപ്പൊ ആ രീതിയിൽ എഴുതുക. 2 ഇവിടെ എന്താണ്? 3 2 5 3. അപ്പോൾ 35.2 എന്ന് വരും. ഓക്കെ, ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പോയിന്റ് കറക്റ്റ് ആയിട്ട് ലൈനിൽ വരണം. അപ്പോൾ 32-ന് നമുക്ക് 32.0 എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 3.2 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരേണ്ടത്. പോയിന്റിന്റെ തൊട്ട് ഈ താഴെ തന്നെ കറക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ 32 പ്ലസ് 3.2 എത്രയാണ്? 35.2 എന്ന് കിട്ടി. അപ്പോൾ 11% ആയി. ഇനി നെക്സ്റ്റ് നോക്കുക, 3500-ന്റെ 10%. 3500-ന്റെ 10% എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക അല്ലെ. അപ്പോൾ ഒരു സ്ഥാനം കഴിയുമ്പോൾ 0 കഴിഞ്ഞ് ഇവിടെ പോയിന്റ് ഇടുക. അപ്പൊ എത്രയായി? 350. 10% എത്രയാണ്? 350. ഇനി 1% എന്ന് പറയുമ്പോൾ 3500 എഴുതി 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 2 0യുടെ ഇപ്പുറത്തിടുമ്പോൾ 35.00 എന്ന് വെച്ചാൽ എന്താ? 35 കിട്ടിയല്ലോ. 1% 35. ഇനി 0.5 അല്ലെ, 0.5% എന്ന് വെച്ചാൽ എന്താണ്? 0.5%. അര എന്ന് പറയുന്നത് എന്താണ്? 1-ന്റെ പകുതിയാണ് അല്ലെ. അപ്പൊ 1-ന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? 1% നമുക്കറിയാം 35 ആണ്. അപ്പൊ 35-ന്റെ പകുതി അല്ലേ 0.5%. 0.5 എന്ന് പറഞ്ഞാൽ 1-ന്റെ പകുതിയാണ്. അപ്പോൾ 1% 35 ആണെങ്കിൽ 0.5% എന്ന് പറയുന്നത് എന്താ? 1-ന്റെ പകുതി, അതായത്
35ന്റെ പകുതി എത്രയാണ്? 17.5. 34ന്റെ പകുതി 17, 1ന്റെ പകുതി 0.5, അപ്പൊ 17.5. അടുത്തത് 50%. 3500ന്റെ 50% എങ്ങനെയാണ് കാണാം? 3500 എന്ന് പറയുന്ന സംഖ്യ 100%ആണ്. അപ്പൊ അതിന്റെ 50% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതിയാണ്. അപ്പൊ 3500ന്റെ പകുതി എത്രയാ? 1750 അപ്പൊ 50% കിട്ടി. ഇനി നോക്കാം 60%. 60% കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 50% നമുക്കറിയാം, 10% അറിയാം. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്തായി? 60% ആയി അല്ലെ? അപ്പൊ 50% എന്ന് പറയുന്നത് 1750 പ്ലസ് 10% എത്രയാണ്? 350. അപ്പൊ രണ്ടും കൂടെ കൂട്ടുക. 0, 5, 10, 1, 7, 10, 11, 1, 2, 2100 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് 60% എത്ര കിട്ടി? 2100 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇവിടെ നോക്കാം 200. 200 എന്ന് പറയുന്ന സംഖ്യയുടെ കുറെ ശതമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം 10%. 200ന്റെ 10% കാണാൻ എന്ത് ചെയ്യണം? 200 അതിന് ഒരു സ്ഥാനം വിട്ട് പോയിന്റ് ഇടുമ്പോൾ 20.0 അല്ലെ? അപ്പോൾ 20 എന്ന് വന്നു. ഓക്കെ, 200ന്റെ 10% 20. ഇനി 1% കാണണമെങ്കിൽ എന്ത് ചെയ്യാം? 200ൽ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 2.00, അതായത് 2 എന്ന് വന്നു. ഓക്കെ, 1% 2 എന്ന് വന്നു. 2% കാണാൻ എന്ത് ചെയ്യണം? 1% 2 ആണെങ്കിൽ 2% എന്തായിരിക്കും? 4 ആയിരിക്കും. വളരെ എളുപ്പം. അടുത്തത് 0.5%. 0.5% എന്ന് പറയുമ്പോൾ എന്താണ്? 0.5 എന്ന് പറയുന്നത് 1ന്റെ പകുതിയാണ് അല്ലെ? 1ന്റെ പകുതിയാണ് അര. അപ്പൊ 1% എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 0.5% എന്ന് പറയുന്നത് എന്താണ്? 2ന്റെ പകുതി 1. ഓക്കെ ആണല്ലോ? ഇനി 11%. 11% കാണാൻ എന്ത് ചെയ്യാ? 10%ത്തിന്റെ കൂടെ 1% കൂട്ടിയാ 11% ആയി. അപ്പൊ 11% കാണാൻ 10% 20 ആണെന്ന് അറിയാം. 1% എത്രയാണ്? 2 ആണെന്ന് അറിയാം. അപ്പൊ 20ഉം 2ഉം കൂടെ കൂട്ടിയാൽ എന്തായി? 22 എന്നുള്ളതാണ് 11% 200ന്റെ. ഓക്കെ, അടുത്തത് 14%. 10% 20 ആണ്. 2% 4 ആണ്. അങ്ങനെയാണെങ്കിൽ 4% എത്രയാണ്? 14 എന്ന് പറയുന്നത് എന്താണ്? 10%ത്തിന്റെ കൂടെ 4% കൂട്ടിയാൽ 14 ആയി. 10% 20 ആണ്. 4% എത്രയാണ്? 2% 4 ആണെങ്കിൽ 4% എത്രയാണ്? 8 ആണ്. അപ്പൊ 20ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 28 എന്ന് ആൻസർ കിട്ടും. 14%. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് 22%. 20% എന്ന് പറയുന്നത് എത്രയാണ്? 10% 20 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എത്രയാണ്? 10ന്റെ ഇരട്ടിയാണ് 20. അപ്പോൾ 20 എന്ന് പറയുന്നതിന്റെ ഇരട്ടിയായിരിക്കും 20%. അപ്പൊ 10% 20 ആണെങ്കിൽ 20% എത്രയാണ്? 40 ആണ്. പ്ലസ് 22% നമുക്ക് എങ്ങനെ എഴുതാം? 20% പ്ലസ് 2% എന്ന് എഴുതാം അല്ലെ? അപ്പൊ 20% 40 ആണ്. 2% എത്രയാണ്? 4. അപ്പൊ 40ഉം 4ഉം കൂടെ കൂട്ടിയ 44. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശതമാനം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് 10% കാണാൻ, 1% കാണാൻ, 50% കാണാൻ പഠിച്ചു വെക്കുക. ഇത് മൂന്നും അറിഞ്ഞാൽ നമുക്ക് ഏത് ശതമാനം ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 10ന്റെ കൂടെ ആഡ് ചെയ്തിട്ടും കുറച്ചിട്ട് ഇങ്ങനെ ഈ രീതിയിലൊക്കെ എഴുതാം. ഇപ്പൊ 22 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 2. 18 ആണെങ്കിലോ 20 മൈനസ് 2 ചെയ്യാം അല്ലെ? അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് എന്താണ് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 10%, 1%, 50% ഇത് മാത്രം നിങ്ങൾ കാണാനായിട്ട് പഠിക്കുക. 10% കാണാൻ എന്ത് ചെയ്യണം? ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ 10% കിട്ടി. 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ 1% കിട്ടി. ആ സംഖ്യയുടെ പകുതി എടുത്താൽ 50% കിട്ടി. 100% എന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ ശതമാനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.